കഴുകിയെടുത്ത മുതിര ഒരു കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, പിന്നെ ഒരു 3-4 അല്ലി വെളുത്തുള്ളി അരിഞ്ഞത് എല്ലാം പൊടിയായിട്ട് അരിഞ്ഞെടുക്കുക. അതിലേക്ക് കുറച്ച് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കണം. കുറച്ച് കറിവേപ്പിലയും ഉപ്പും കൂടി ചേർത്ത് വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. മുതിര പച്ചയ്ക്ക് വേവിച്ചെടുക്കുന്നതിനേക്കാളും അതൊന്ന് വറുത്തെടുത്തിട്ട് വേവിച്ചെടുക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മളിതൊന്ന് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കടുകും വറ്റൽമുളകും താളിക്കണം. വെളിച്ചെണ്ണ തന്നെ ഒഴിച്ച് കൊടുക്കണം ഇതുപോലുള്ള നാടൻ കറികൾക്ക്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചുവന്നുള്ളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഇതിൽ ചുവന്നുള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ സവാള ചേർത്തിട്ടുണ്ട്. ചുവന്നുള്ളി കയ്യിലുണ്ടെങ്കിൽ ഒരു 10 എണ്ണം ചേർത്ത് കൊടുക്കാവുന്നതാണ്. 10 എണ്ണം 12 എണ്ണം ഒക്കെ ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് വാടി വന്നതിന് ശേഷം പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ട് ഒരു കളറൊന്ന് മാറി തുടങ്ങുന്ന ഒരു പരുവ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് 1/4 സ്പൂൺ മല്ലിപ്പൊടിയും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ നമ്മൾ കാശ്മീരി ചില്ലിയും പിന്നെ ചതച്ചെടുത്ത വറ്റൽമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. കാശ്മീരി ചില്ലി ഇടണമെന്ന് ഒട്ടും നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് കളറിന് വേണ്ടി ചേർത്തൊന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ചതച്ച മുളക് മാത്രം ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ഈ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം. തീ അല്പം കുറച്ചിടണം കേട്ടോ പൊടികളൊക്കെ ചേർക്കുമ്പോൾ. അപ്പോൾ ഇതിലേക്ക് കറിവേപ്പില കൂടി ചേർത്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള മുതിര ചേർത്ത് കൊടുക്കണം. ഈ ഒരു കറി എന്ന് പറയുമ്പോൾ ഊണിനും കഞ്ഞിക്കും നല്ല കോമ്പിനേഷനാണ്. സാധാരണ നമ്മൾ വെക്കുന്ന തോരനും പുഴുക്കും അതിൽ നിന്നൊക്കെ ഒരു വ്യത്യാസമായിട്ടുള്ള ഒരു നല്ലൊരു കറിയാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചോറിനൊക്കെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. മുതിര ഇഷ്ടപ്പെടുന്ന ആളുകളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അല്ലാത്തവർക്ക് മുതിര എങ്ങനെ വെച്ചാലും അത് ഇഷ്ടപ്പെടില്ല. അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം കൂടുതലാണ്. ഇപ്പോൾ ഇത്രയും വെള്ളം നമുക്ക് ആവശ്യമില്ല. ഒരു 2-3 മിനിറ്റ് തിളച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് കുറുകി വരും കേട്ടോ. അപ്പോൾ ആ സമയം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ തേങ്ങ ചേർക്കാത്ത ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു കറി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഏതെങ്കിലും ഒരു നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം കേട്ടോ. സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണ്.